അമേരിക്കയിലെ നോർത്ത് ടെക്സസിൽ പ്രത്യേകിച്ച് ഫ്രിസ്കോ മേഖലയിൽ ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തിന്റെ എണ്ണം ദ്രുതഗതിയിൽ വർദ്ധിക്കുകയാണ്. ഇത് ഈ പ്രദേശത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുന്നുണ്ട്. 72 അടി ഉയരമുള്ള കാരസിത്തി ഹനുമാൻ ക്ഷേത്രം മുതൽ ഹോളി ആഘോഷങ്ങൾ വരെയും സ്ട്രീറ്റുകളുടെ പേരുമാറ്റവും അടക്കം ഇതിന് ഉദാഹരണങ്ങളാണ്. എന്നാൽ ഒരു വശത്ത് ഇന്ത്യൻ സമൂഹത്തിന്റെ സാന്നിധ്യം വർദ്ധിക്കുമ്പോൾ മറുവശത്ത് വിദ്വേഷ പ്രചാരണങ്ങൾ ശക്തമാകുകയാണ് ചെയ്യുന്നത്. വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അഡ്വക്കസി ഗ്രൂപ്പുകളിലും ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഇന്ത്യൻ അമേരിക്കക്കാർക്കെതിരെ ഓൺലൈനിലൂടെ നടത്തുന്ന വിദ്വേഷ പരാമർശങ്ങൾ 2025 റെക്കോർഡ് നിലയിൽ എത്തിയിട്ടുണ്ട്. എക്സ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ മാത്രം 24,000-ലധികം വിദ്വേഷ പോസ്റ്റുകൾ ഇക്കാലയളവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവയ്ക്ക് ഏകദേശം 30 കോടിയിലധികം വ്യൂസ് ആണ് ലഭിച്ചത്. 2025 അവസാനത്തോടെ ഇത്തരം പോസ്റ്റുകളുടെ എണ്ണം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 3 ഇരട്ടിയായി വർദ്ധിച്ചു എന്നാണ് റിപ്പോർട്ട്. വംശീയ അധിക്ഷേപങ്ങളും ഗൂഢാലോചന സിദ്ധാന്തങ്ങളും നിറഞ്ഞ ഉള്ളടക്കങ്ങളാണ് ഈ പോസ്റ്റുകളിൽ ഭൂരിഭാഗവും. ഇന്ത്യൻ വംശജരെ സാംസ്കാരിക അധിനിവേശം നടത്തുന്നവരായും തദ്ദേശീയരെ മാറ്റിപ്പാർപ്പിക്കാൻ എത്തിയവരായും ചിത്രീകരിക്കുന്ന പോസ്റ്റുകൾക്ക് വലിയ രീതിയിലുള്ള പ്രചാരണമാണ് ലഭിച്ചത്. സ്റ്റോപ്പ് API ഹെയ്റ്റ് എന്ന സംഘടനയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യൻ വംശജർക്കെതിരെയുള്ള അധിക്ഷേപകരമായ ഭാഷാ പ്രയോഗങ്ങളിൽ 115% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഓൺലൈൻ വിദ്വേഷം പലപ്പോഴും യഥാർത്ഥ ജീവിതത്തിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഫ്രിസ്കോയിലെ സിറ്റി കൗൺസിൽ യോഗത്തിൽ നടന്ന സംഭവങ്ങൾ ഇതിന് ഉദാഹരണമാണ്. പുറത്തുനിന്നെത്തിയ വലിയൊരു വിഭാഗം ആളുകൾ കുടിയേറ്റത്തെയും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെയും കുറിച്ചുള്ള പരാതികൾ ഉന്നയിച്ച് ഇന്ത്യൻ വംശജരെ നേരിടുന്ന സാഹചര്യം അവിടെയുണ്ടായി. H-1B O-1A വിസകളെ സംബന്ധിച്ചുള്ള അടിസ്ഥാനരഹിതമായ വാദങ്ങളും ഇന്ത്യൻ കുടിയേറ്റം അമേരിക്കക്കാരുടെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുന്നു എന്ന പ്രചാരണവുമാണ് ഈ വിദ്വേഷത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇന്ത്യൻ വംശജർക്കെതിരെയുള്ള ഈ കടന്നാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ വിവിധ സംഘടനകൾ ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അമേരിക്കൻ നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ തങ്ങൾക്ക് ലഭിക്കുന്ന നിയമപരമായ സംരക്ഷണങ്ങളെക്കുറിച്ചും സിവിൽ അവകാശങ്ങളെക്കുറിച്ചും സമൂഹത്തെ ബോധവൽക്കരിക്കാനുള്ള നടപടികൾ ഇവർ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സാമ്പത്തികമായ ഉത്കണ്ഠകളും സാംസ്കാരിക മാറ്റങ്ങളോടുമുള്ള ഭയവുമാണ് വിദ്വേഷ പ്രചാരകർ മുതലെടുക്കുന്നത്. അമേരിക്കയുടെ വൈവിധ്യമാർന്ന സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വംശജർ നൽകുന്ന സംഭാവനകൾ വലുതാണെങ്കിലും വർദ്ധിച്ചു വരുന്ന ഈ വംശീയ വിദ്വേഷം വരും കാലങ്ങളിൽ വലിയ സാമൂഹ്യ വെല്ലുവിളികൾ ഉയർത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അക്രമരഹിതവും സമാധാനപരവുമായ സഹവർത്തിത്വം ഉറപ്പാക്കാൻ ശക്തമായ നിയമ നടപടികൾ ആവശ്യമാണെന്ന ആവശ്യം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ടെക്സസിലെ ഇന്ത്യക്കാരുടെ സാന്നിധ്യത്തെക്കുറിച്ച് കൂടി നോക്കാം. അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സമൂഹം താമസിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ടെക്സസ്. ഏകദേശം 5,44,000 ഇന്ത്യൻ വംശജരാണ് ടെക്സസിൽ താമസിക്കുന്നത്. ഇത് ടെക്സസ് ജനസംഖ്യയുടെ 1.8% വരും. ഇർവിംഗ്, ഫ്രിസ്കോ, ഡാലസ്, ഹ്യൂസ്റ്റൺ, ഓസ്റ്റിൻ എന്നിവിടങ്ങളിലാണ് ഇന്ത്യൻ സമൂഹം പ്രധാനമായും താമസിക്കുന്നത്. ടെക്നോളജി, ബിസിനസ് മേഖലകൾക്ക് പുറമെ പ്രാദേശിക രാഷ്ട്രീയത്തിലും ഇന്ത്യക്കാർ സജീവമാണ്. ഇർവിംഗിൽ 41,322 ഏകദേശം ഇന്ത്യക്കാരാണ് താമസിക്കുന്നത്. ഫ്രിസ്കോയിൽ ഇത് 39,222 ഹ്യൂസ്റ്റണിൽ 37,812